അതാണ് തോമസിനെ സിസ്റ്ററെ പോലെയുള്ള ആളുകള് ഈ ഉള്ളിൽ തേങ്ങലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സുവിശേഷം പറയാൻ ഇറങ്ങുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു പറഞ്ഞു, നാം പാപികളായിരിക്കെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തൊട്ടിൽ പാലത്തുകാരെ, നിങ്ങൾ ചെയ്ത മുഴുവൻ പാപത്തിന് പരിഹാരം ചെയ്ത ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. അവന്റെ പേരാണ് ക്രിസ്തു. നാം പാപികളായിരിക്കെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. അവിടുത്തെ പുത്രനായ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ഒരേ ദൈവത്തിൽ മൂന്നാളത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ധാരാളം ആളുകൾ ചോദിക്കും, പുത്രൻ ദൈവമാണോ, അവൻ പ്രവാചകനല്ലേ എന്നൊക്കെ ചോദിക്കും. ഇതാ പ്രിയരെ, ഈ രഹസ്യം നമ്മൾ തിരിച്ചറിയണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒരേ ദൈവത്തിൽ മൂന്നാളത്വം, ഒരേ ദൈവത്തിൽ മൂന്നാളത്വം, ത്രിത്വത്തിൽ ഏകത്വം, ഏക സത്യമായ ദൈവം. ആ ദൈവം തന്നെ ആയിരിക്കുന്നവന് രണ്ടാമനായ ക്രിസ്തു മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചു. അപ്പോൾ യേശു അവൻ ഇപ്രകാരം പറഞ്ഞു, പിതാവ് തിന്മ നിറഞ്ഞ യുഗത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് പിതാവായ ദൈവത്തിന്റെ അഭിഷ്ടപ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ഒരു ദൈവം നമുക്കുണ്ട്. ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും ചോര കൊണ്ട് നമ്മുടെ പാപം കഴുകപ്പെടുകയില്ല. എന്നാൽ പാപമില്ലാത്തവനായ ദൈവം തന്നെയായവന്റെ ബലി വഴി ഏതൊരു കഠിന പാപിക്കും രക്ഷയുണ്ട്. ഇതാണ് സദ്വാർത്ത, ഈ സുവിശേഷം. നിങ്ങളറിയാവുന്നവരോടൊക്കെ പറയേ, ഈ അന്ധന് സുവിശേഷം പറയുന്നതിന് പരിധിയുണ്ട്. നിങ്ങൾ എല്ലാവരോടും ഈ സത്യം പറ.